ആദ്യത്തെ റഷ്യ-യുക്രൈൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെടിനിർത്തലിനായി ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഫോൺ സംഭാഷണത്തിലാണ് കരാറിന് അന്തിമ രൂപമുണ്ടാക്കിയത്. റഷ്യയിലേക്ക് അടുക്കുന്നത് ആത്മഹത്യാപരമാണെന്ന ബോധ്യം ബ്രിട്ടന് ഇല്ലാതായെന്നാണ് പുതിയ ഈ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിലും സമാധാനം കൈവരിച്ച് സംഘർഷം അവസാനിപ്പിക്കാനാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആഗ്രഹിക്കുന്നത്. പക്ഷേ കൂടുതൽ ആയുധങ്ങളും പണവും നൽകി യുക്രൈനെ റഷ്യയ്ക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് സംഘർഷം വ്യാപിപ്പിക്കാനാണ് ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉദ്ദേശം. റഷ്യയുമായുള്ള സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനായി കോടിക്കണക്കിന് പൗണ്ട് സമാഹരിക്കാൻ ബ്രിട്ടൻ പദ്ധതിയിടുന്നുവെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. സർക്കാരിന്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായാണ് പ്രതിരോധ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. BCCയുടെ റിപ്പോർട്ട് പ്രകാരം റഷ്യയും ചൈനയും ബ്രിട്ടന് പ്രധാന ഭീഷണികളായാണ് മാറുന്നത്.